ജനപ്രിയ നായകൻ പവി കെയർടേക്കറായി മലയാളികൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. മലയാള സിനിമ തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ മേക്കിംഗ് കൊണ്ടും അതിൻ്റെ പ്രതിപാദന രീതി കൊണ്ടും കണ്ടന്റ് കൊണ്ടും കേരളത്തിനകത്തും പുറത്തും വൻ സ്വീകാര്യം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പവി കെയർടേക്കർ എന്ന സിനിമ എത്തുന്നത്. തുടർച്ചയായ പരാജയങ്ങൾക്കൊടുവിൽ നിങ്ങൾ എന്നെ കൈവിടരുത് എന്ന ഹൃദയം നിറങ്ങുന്ന അപേക്ഷയുമായാണ് ദിലീപ് സിനിമ പ്രൊമോഷനുകളിൽ നമുക്ക് മുന്നിലെത്തിയത്. ജനപ്രിയ നായകൻ അപ്രിയനായി തുടങ്ങിയോ എന്ന് സന്ദേഹമുണർത്തുന്ന ഒരു കാലഘട്ടത്തിൽ സിനിമ കൊണ്ട് മറുപടി പറയാനുള്ള സമയം. സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം സംവിധായകനും നടനുമായ വിനീത് കുമാറാണ്. ചെറുപ്പകാലം തന്നെ സിനിമയിലേക്ക് വന്നൊരു നടൻ. സംവിധായക കുപ്പായമണിഞ്ഞെത്തിയ 2 സിനിമകളും അയാൾ ഞാനല്ല, മൈ ഡിയർ ഫ്രണ്ട്, ഇത് രണ്ടും തന്നിലെ സംവിധാനത്തിൻ്റെ ശൈലിയെ വ്യക്തമായി കാണിക്കുന്ന സിനിമകളായിരുന്നു. ആ 2 സിനിമകളും നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമകളുമായിരുന്നു. ഇനി സിനിമയിലേക്ക് എത്തുമ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ കെയർടേക്കറായും രാത്രി വാച്ച്മാനായും ജീവിക്കുന്ന ജീവിതം, അയാൾ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങൾ, ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന് അയാൾ സൃഷ്ടിക്കുന്ന നർമ്മ മുഹൂർത്തങ്ങൾ, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും കൂട്ടായുള്ള ബ്രോ എന്ന നായ, അവിചാരിതമായി കണ്ടെടുക്കുന്ന പ്രണയം, ആ പ്രണയം ജീവിതത്തിനുണ്ടാക്കുന്ന മാറ്റം. ഇതിക്ക് മുൻപുള്ള പല ദിലീപ് സിനിമകളിലും ബോഡി ഗാർഡ്, കാര്യസ്ഥൻ തുടങ്ങിയ സിനിമകളിലെല്ലാം നമ്മൾ കണ്ടു പരിചയിച്ച അതേ ടെംപ്ലേറ്റ് തന്നെ. പക്ഷേ സിറ്റുവേഷണൽ കോമഡികൾ തൻ്റെ തട്ടകമാക്കി മാറ്റാറുള്ള ദിലീപ് ഇത്തവണ ചിരിപ്പിക്കാൻ പാടുപെടുന്നതായാണ് തോന്നിയത്. പഴത്തൊലിയിൽ തട്ടി വീഴുന്ന, അരിപ്പടി മേത്തേക്ക് വീഴുന്ന, പട്ടിക്ക് പിന്നാലെ ഓടുന്ന ഇത്തരം സിനിമകൾ കണ്ട് ഊറിച്ചിരിച്ചിരുന്ന പ്രേക്ഷകർ പക്ഷേ ഇന്ന് ഒരുപാട് മാറി. അത്തരം സിനിമകൾ ആഘോഷമാക്കിയിരുന്ന മലയാള സിനിമയും ഇന്ന് ഒരുപാട് കാലം മുന്നിലേക്ക് പോയി. അവിടെയാണ് ദിലീപ് സിനിമകൾ ഇപ്പോഴും ഈ പഴയ ചേരുവകളുമായി ആളുകളെ ചിരിപ്പിക്കാൻ എത്തുന്നത്. ഒരുപക്ഷെ ദിലീപിൻ്റെ സഹജമായ ഗോഷ്ഠികളോ മാനരസങ്ങളോ കോപ്രായങ്ങളോ ഇല്ലായിരുന്നെങ്കിൽ നല്ല മികവ് കൈവരിക്കാമായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു പവി എന്നത്. തൻ്റെ സ്ഥിരം റൂട്ടിൽ തന്നെയുള്ള ബസ്സിൽ തന്നെയാണ് ഇപ്പോഴും ദിലീപ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന വിനീത് കുമാർ എന്ന സംവിധായകൻ എന്തിനാണ് ഈ പഴയ റൂട്ടിലേക്ക് വന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ദിലീപ് എന്ന മനുഷ്യൻ ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദിലീപ് എന്ന നടനെയും അദ്ദേഹത്തിൻ്റെ സിനിമാ സെലക്ഷനുകളെയും സിനിമയോടുള്ള സമീപന രീതികളെയും അദ്ദേഹം മാറ്റി പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ മുന്നോട്ട് പോകുന്ന മലയാള സിനിമയിൽ മാറ്റി നിർത്തിയേക്കാവുന്ന ഒരു നടനായി ദിലീപ് മാറിയേക്കാം. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും കഥാപാത്രങ്ങൾക്ക് ചേരാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രായം മുഴച്ചു നിൽക്കുന്നതായും തോന്നുന്നുണ്ട്. ഇന്ദ്രൻസ്, ജഗദീഷ് എന്നീ നടന്മാരൊക്കെ ഒരു കാലഘട്ടത്തിൽ സിനിമയുടെ മാറ്റങ്ങൾക്കൊത്തും കാലത്തിനൊത്തും അവരിലെ നടനെ മാറ്റി പ്രതിഷ്ഠിച്ചതുപോലെ മാറ്റി പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ദിലീപിന് സാധ്യമാകും, അതൊരു സാധ്യതയുമാണ്. അതല്ലാത്ത പക്ഷം മലയാള സിനിമയിൽ ഒരുപക്ഷെ ദിലീപ് വിസ്മൃതിയിലേക്ക് പോയേക്കാം. ആസ്വാദനത്തിൻ്റെ പുതിയ തലങ്ങളുമായി മലയാള സിനിമ മുന്നേറുന്ന ഈ സമയത്ത് പവി കെയർടേക്കർ ഒരു ശരാശരി സിനിമ അനുഭവം മാത്രമായാണ് അനുഭവപ്പെട്ടത്.